നേപ്പാൾ തിരികെ ഹിന്ദു രാഷ്ട്രമാകണം. അതാണ് നേപ്പാളികളുടെ ഇപ്പോഴത്തെ ആവശ്യം. അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ അസംതൃപ്തരാണ്. അവിടുത്തെ ഭരണത്തിന് എതിരായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് മാത്രവുമല്ല, നമ്മൾ ഭാരതത്തിൽ കണ്ടിട്ടുള്ള അതേ പ്രീണന നയം അവിടുത്തെ സർക്കാർ പുലർത്തുന്നു എന്നുള്ളത് കൂടി അവിടുത്തെ ഹിന്ദുക്കളിൽ അസംതൃപ്തി ഉളവാക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് അവിടെ വർദ്ധിച്ചു വരുന്ന അനധികൃതമായ കുടിയേറ്റം. ആ കുടിയേറ്റത്തിലൂടെ ഉണ്ടാകുന്ന അവിടുത്തെ ജനസംഖ്യയിൽ വരുന്ന വ്യത്യാസം, ഇതൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധമുയർത്തുന്നതിന് കാരണം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരു പൂർണ്ണ ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്നുവരെ 2008 വരെ. അതിനുശേഷമാണ് അതൊരു സെക്കുലർ റിപ്പബ്ലിക് ആകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഏതെങ്കിലും മറ്റൊരു മതത്തിൻ്റെ രാജ്യം, ഒരു ഇസ്ലാമിക മതരാഷ്ട്രം പിന്നീട് സെക്കുലറായ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല സെക്കുലർ റിപ്പബ്ലിക്കുകളും ഇസ്ലാമിക രാജ്യമാകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ കഥയും ബംഗ്ലാദേശിൻ്റെ കഥയും മാത്രം എടുത്താൽ മതി. അവരൊക്കെ തന്നെ ഒരു സെക്കുലർ രാജ്യത്തിന് തുടക്കം കുറിക്കാനായിട്ടൊക്കെ പല ആലോചനകളും നടത്തിയില്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജിന്നയൊക്കെ പറഞ്ഞിരുന്നത് ഇതൊരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കും, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാജ്യമായിരിക്കും എന്നൊക്കെയാണെങ്കിലും സ്വഭാവത്തിൽ ആദ്യമൊക്കെ കുറച്ചെങ്കിലും വളരെ ചെറിയൊരു ശതമാനത്തിൽ സെക്കുലറിസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ അത് പിന്നീട് എന്ത് പറ്റി? അത് കൂടുതൽ മതാധിഷ്ഠിതമായി മാറാൻ തുടങ്ങി. പൂർണ്ണമായും മതശാസനത്തിന് കീഴിലായി. ആദ്യം അവിടുത്തെ ഭരണത്തിൻ്റെ രീതികളിൽ മതങ്ങളുടെ സ്വാധീനം വന്നു. മതങ്ങളുടെ അല്ല, മതത്തിൻ്റെ സ്വാധീനം, ഇസ്ലാമിൻ്റെ സ്വാധീനം വന്നു. പിന്നെ അവിടുത്തെ ജുഡീഷ്യറി അടക്കം എല്ലാ സംവിധാനങ്ങളും മതം പറയുന്ന കണക്കിലേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ഹിന്ദു രാജ്യങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ, ഇല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം, ഇല്ലെങ്കിൽ ഹിന്ദു പ്രദേശങ്ങളൊക്കെ തന്നെ സെക്കുലർ ആയിരിക്കണം നിർബന്ധമാണ് കേട്ടോ. അതായത് ഹിന്ദു പ്രദേശങ്ങൾ സെക്കുലർ ആയിരിക്കുകയും മറ്റ് ന്യൂനപക്ഷ പ്രദേശങ്ങളെല്ലാം തന്നെ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, അവരുടെ മതം പരിപാലിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും വേണമെന്നുള്ളതാണ്. ലെബനൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. പിന്നീട് എന്താ പറ്റിയത്? ലെബനൻ പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട രാജ്യമായിട്ട് മാറി. സിറിയ, ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാമല്ലോ, സിറിയ ക്രിസ്തീയ രാജ്യമായിരുന്നു. അത് പിന്നീട് എന്ത് പറ്റി? ഒരു ഇസ്ലാമിക ISIS ഭരിക്കുന്ന രാജ്യമായിട്ടത് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് സെക്കുലറിസത്തെ പറ്റി പ്രസംഗിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തുള്ളവർ എന്നുള്ളതാണ്. ആ രാജ്യത്തെ പറ്റിയിട്ട് അവർ സിറിയയെ പറ്റി പറയുമ്പോൾ അത് ഇസ്ലാമിക രാജ്യമായി തന്നെ നിലനിൽക്കണം, അത് അവരുടെ അവകാശമാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ രാജ്യമല്ലേ, അത് അവരുടെ തീരുമാനമല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയും നേപ്പാളും ഒക്കെ സെക്കുലർ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ സെക്കുലറിസം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഹിന്ദു വിശ്വാസത്തിൻ്റെയൊക്കെ മേൽ എല്ലാ ദിവസവും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നേപ്പാളിൻ്റെ കഥ പ്രത്യേകിച്ചും. ഇപ്പോൾ നേപ്പാളിലുണ്ടായ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് അറിയാമോ? അവിടുത്തെ ജനങ്ങൾ ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം, രാജഭരണം തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവർ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തന്നെ വേണമെന്ന്. രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി, വേൾഡ് ഹിന്ദു ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ വാദിക്കുകയാണ് എന്നുള്ളതാണ്. ജ്ഞാനേന്ദ്ര വിക്രം ഷാ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. 2026 ഫെബ്രുവരിയിൽ 13-ാം തീയതി അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം നൽകുകയുണ്ടായി അവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ്. അതായത് വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിന് പുറത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് വൻ സ്വീകരണമാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത് എന്നുള്ളതാണ്. ആ ജനങ്ങൾ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവരോടൊപ്പം സഞ്ചരിക്കുന്ന ആ വീഡിയോയൊക്കെ തന്നെ പുറത്തു വരികയൊക്കെ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം നടന്ന ജൂലൈ 26-ാം തീയതി നടന്ന കൊടിയ ആക്രമണം, ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹിന്ദുക്കൾ അവിടെ ഐക്യപ്പെടുന്നത്, അവർ ഒന്നിക്കുന്നത്, അവർ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ളവരെ എല്ലാം തന്നെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ. ഇതിൻ്റെ തുടക്കം എവിടെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ബോൽബാം എന്ന് പറയുന്ന ഒരു യാത്രയുണ്ട്, ബോൽബാം തീർത്ഥാടന യാത്ര. ഒരു ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ശിവക്ഷേത്രങ്ങളിലേക്ക് ആൾക്കാർ നദികളിൽ നിന്ന് ജലം എടുത്തുകൊണ്ട്, നമ്മുടെ ഉത്തർപ്രദേശിലെ കാവടി യാത്രയിലെ അതുപോലെ അവർ എടുത്തുകൊണ്ട് പോയി ശിവക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്ന ഒരു തീർത്ഥാടന യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പോകുമ്പോൾ അവരിങ്ങനെ DJ ഒക്കെ നടത്തിയാണ് പോകുന്നത്. DJ ഒക്കെ നടത്തി പാട്ടൊക്കെ വെച്ച് അവർ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിന് നേരെ ആക്രമണം ഉണ്ടായി. നമ്മുടെ ഇവിടെ അറിയാമല്ലോ, കാവടി യാത്രയെ വാഹനം കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുക, കാവടി ജലവുമായിട്ട്, ഗംഗാജലമാണ്, അത് കൊണ്ടുവന്നാണ് ശിവക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഗംഗാജലത്തിന് നേരെ തുപ്പുക, കെട്ടിടത്തിന് മുകളിൽ നിന്ന് കല്ല് പറക്കി എറിയുക, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉത്തർപ്രദേശ് നമ്മൾ കണ്ടതാണ്. കാവടി യാത്രയ്ക്ക് നേരെ നിരന്തരം ആക്രമണം. അവസാനം ഈ കാവടി യാത്ര പോകുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കടകളുണ്ടാവും. ഈ ഇസ്ലാമിസ്റ്റുകൾ അവരെ കച്ചവടം ചെയ്യും.
അവിടെ കച്ചവടം ചെയ്തിട്ട് അവർ ഭഗവാന്റെ പടമൊക്കെ വെച്ചിട്ട് കച്ചവടം ചെയ്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണിക്കാമല്ലോ. അതൊന്നും ഹറാമല്ല. അപ്പോൾ ഇല്ലെങ്കിൽ വിഗ്രഹാരാധന, ദൈവാരാധന, ചിത്രം ഇതൊന്നും വെക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ പൈസ കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ഈ പറയുന്ന എന്ത് മത വിരുദ്ധ പരിപാടിയും കാണിക്കാം. ഈ ഖുറാനിൽ പറഞ്ഞതൊക്കെ ലംഘിക്കുകയൊക്കെ ചെയ്യാം. അതൊന്നും യാതൊരു കുഴപ്പമില്ല. പണം കിട്ടിയാൽ മതി. അതുകൊണ്ടാണല്ലോ മലയാളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ വലിയ മഹാനടന്മാരൊക്കെ ഉണ്ടാകുന്നത്. കാരണം പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സിനിമ ഹറാമാണ്, നൃത്തം ഹറാമാണ്, സംഗീതം ഹറാമാണ്, ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ കഴിവുകൾ പുറത്തെടുക്കുന്ന ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതെല്ലാം ഹറാമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരിങ്ങനെ DJയും കൊടിതോരണങ്ങളും ഒക്കെ ആയിട്ട് ബോൽബാം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അതിന് നേരെ നിരന്തരം ആക്രമണങ്ങളുണ്ടായി. പ്രധാനപ്പെട്ട ഈ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ ഭാഗത്താണ്. നേപ്പാളിൻ്റെ ദക്ഷിണ മേഖലയിൽ ഈ പ്ലെയിൻ ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സമതലം പോലെ കിടക്കുന്ന പ്രദേശം. ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ, അവിടെയാണ് ഈ പറയുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ടവർ അധികമായി താമസിക്കുന്നത്. ഏതാണ്ട് നേപ്പാളിൻ്റെ 5% ജനങ്ങൾ നേപ്പാളിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് കണക്ക് പറയുന്നത് ഏതാണ്ട് 1.5 കോടിയിലേറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക് എന്ന് പറയുന്നത്. അത്രയേറെ പോപ്പുലേഷൻ അവിടെ ഇൻക്രീസ് ആയി എന്നുള്ളതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജനസംഖ്യ അസന്തുലിതാവസ്ഥ നേപ്പാളിനെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്ര പ്രദേശമായിരുന്നു. അത് മാത്രവുമല്ല അവിടെ വൻതോതിൽ ക്രിസ്തീയ മതപരിവർത്തനവും നടക്കുന്നുണ്ട്. മതപരിവർത്തന മാഫിയകളൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ പ്രവർത്തിക്കുകയും ഒന്നുകിൽ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം അതല്ലെങ്കിൽ തന്നെ അവർ ചെയ്യുന്ന പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പലതും ഓഫർ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഓഫറുകളിൽ കൂടെയൊക്കെ നമുക്കിവിടെ അറിയാമല്ലോ, പല പാൽപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഈ വൈദ്യുതി പോസ്റ്റുകളിലൊക്കെ സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ നടത്തി ഇതൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്ത് ഗതികെട്ടി മനുഷ്യർ തിരിച്ചടിക്കാൻ തുടങ്ങി. അതായത് ഇവരുടെ കാവടി യാത്രയ്ക്ക് സമാനമായിട്ടുള്ള തീർത്ഥയാത്രയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തുടങ്ങി. ആ പ്രതിരോധിക്കുന്നിടത്താണ് പ്രശ്നം വഷളായത്. അത്രയും നാൾ, അതായത് നമുക്ക് ഡയറക്റ്റ് ആക്ഷൻ ഡേ അറിയാമല്ലോ. എന്താണ് ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടാകുന്ന സമയത്ത് ഡയറക്റ്റ് ആക്ഷൻ ഡേ ഉണ്ടാക്കി. എന്നിട്ട് വിഭജന കാലത്ത് ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള പരിപാടി നടത്തി. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ കൂപ്പണൊക്കെ കൊടുത്ത് പെട്രോളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് അനുമതി നൽകി. കൂപ്പണൊക്കെ സർക്കാർ തന്നെ. സൊറാവർദി എന്ന് പറയുന്ന ഒരു നീചനായിട്ടുള്ള ഒരു ക്രിമി സമാനനായിട്ടുള്ള ഒരു ഭീകരനുണ്ടായിരുന്നു. ആ ഭീകരനായിരുന്നു സൊറാവർദിയാണ് എൻ്റെ നേതൃത്വം മുഴുവൻ നൽകിയത് എന്നുള്ളത്. ആ സൊറാവർദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആജ്ഞയിൽ നടത്തിയ ആക്രമണം, ആ ആക്രമണം എന്ത് ചെയ്തു? നിരന്തരമായിട്ട് ഹിന്ദു വംശഹത്യ നടത്താനുള്ള ആക്രമണമായിട്ട് അതിനെ പരിവർത്തനം ചെയ്ത് ആ രീതിയിലാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഹിന്ദുക്കൾ അവിടെ പ്രതികരിക്കാൻ തുടങ്ങി. ഹിന്ദുക്കൾ സംഘടിക്കുകയും സംഘടിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയതോടുകൂടി പോലീസിനെ ഇടപെടുത്തി. അത്രയും നാൾ അവിടെ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു, കുട്ടികളെ കൊന്നൊടുക്കി. കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായിട്ടാണ് കൊല്ലുന്ന ആൾക്കാരെ ഓരോ ഗലികളുടെയും മധ്യത്തിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുന്ന പരിപാടിയൊക്കെ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടാക്കിയ സമയത്ത് ചെയ്തതാണ്. ഹിന്ദു വംശഹത്യ അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഔറംഗസേബൊക്കെ കൊന്നു തള്ളിയ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരെയാണ് അവരൊരു ആക്രമണം നടത്തുമ്പോൾ കൊന്നുകൊള്ളുക. ഹിന്ദുക്കളെ കൂട്ടത്തോടെ ആയിരക്കണക്കിന് 10,000 ആൾക്കാരെയൊക്കെ ഒരുമിച്ചൊക്കെ കൊന്ന ചരിത്രമാണ് മുഗളന്മാർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. മുഗൾ ചരിത്രം എത്ര 200 വർഷത്തെ ചരിത്രം. ആ ചരിത്രം 200 വർഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ചരിത്രം ആ സമയം കൊണ്ട് തന്നെ അവർ എത്ര ആയിരം ആൾക്കാരെ കൊന്നു എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവരെ ഗ്രേറ്റ് മുഗൾസ് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ 600, 800, 2500 കൊല്ലമാണ് ഈ പല്ലവന്മാരും ചോളന്മാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് രാജാധികാരം നിലനിർത്തിയത്. അവരെ പറ്റിയിട്ടൊന്നും നമ്മുടെ പുസ്തകങ്ങളെ നേരെ പഠിപ്പിക്കുന്ന പോലുമില്ലായിരുന്നു. അതൊക്കെ ഇവിടുത്തെ ഗതികേട്. ഏതായാലും അതേ ഗതികേട് തന്നെയാണ് നേപ്പാളിലെ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ അതികൊടിയ ആക്രമണം ആ ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുന്നു എന്നുള്ളത്. അവർ പ്രതിരോധിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് എതിരെ, അതായത് ഈ പ്രതിരോധിക്കുന്ന ഹിന്ദു സമൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെക്കൻ മധേഷ് മേഖലകളിലൊക്കെയാണ് വലിയ തോതിലുള്ള ആക്രമണം. അതായത് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബീഹാറിൻ്റെയൊക്കെ മേഖലയിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെയുള്ളത്. അവിടെയാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്നത് എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും ഈ പ്രദേശങ്ങളിൽ വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാഹ്യ ഇടപെടലുകൾ, അതായത് ചില ഭീകരവാദ സംഘടനകളുടെ ഇടപെടലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഈ അടുത്ത കാലത്ത് സിഖ്
ഈ ഖാലിസ്ഥാൻവാദികളായിട്ടുള്ള ഭീകരന്മാരെ, അതുപോലെ തന്നെ ഈ ലഷ്കറിൻ്റെ ഭീകരന്മാരെയൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം പിടികൂടിയിട്ടുള്ള ഈ അതിർത്തി മേഖല വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കും നേപ്പാളിൻ്റെ. അപ്പോൾ ഈ ഭീകര സംഘടനകൾ, ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകൾ, ജിഹാദി സംഘടനകളൊക്കെ ഈ അതിർത്തി മേഖലയോട് കിടക്കുന്ന ജില്ലകളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ സംഘടിച്ച് പ്രതിരോധിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ വാർത്തകൾ വെളിയിൽ വരുന്നത്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വാർത്തകൾ വെളിയിൽ വരില്ല. അതായത് ഹിന്ദുക്കളെ ആക്രമിക്കുകയും കൂട്ടവംശഹത്യ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ വാർത്തകൾ വെളിയിൽ വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഹിന്ദുക്കൾ പ്രതിരോധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വർഗീയ കലാപം നടക്കുന്നുവെന്ന് നിങ്ങൾ കൃത്യമായി നോക്കിക്കോളൂ. ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്ത കൊടുത്തു തുടങ്ങിയില്ല. ഹിന്ദുക്കൾ പൂർണ്ണമായും തിരിച്ചടിച്ച് അവർ കൃത്യമായ പ്രതിരോധം തീർത്ത് കഴിയുമ്പോൾ പറയും അതാ കാവി ഭീകരത. അപ്പോൾ ഇതിനു മുമ്പ് ഈ കൊലപാതകം നടത്തിയിരുന്നു, അപ്പോൾ ഹിന്ദുക്കളെ കൊന്നു തള്ളിയപ്പോൾ, ആക്രമണങ്ങൾ നടത്തിയപ്പോൾ, അവരുടെ തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. അതിനെപ്പറ്റി മിണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് അവിടെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടുത്തെ പാറ്റാ സമരമൊക്കെ നടന്നപ്പോൾ ഇവർ പറഞ്ഞ നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കും. നേപ്പാളിൽ സംഭവിച്ച പോലെ സംഭവിക്കാനിരിക്കുകയാണ്. അത് ഓർത്തോളൂ. കാരണം നേപ്പാളിലെ ജനങ്ങൾ സഹിച്ച് അവരിപ്പോൾ സംഘടിച്ചു തുടങ്ങി. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഹിന്ദു വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ ദിവസം കാണാതാവുന്നുണ്ട് ബംഗ്ലാദേശിൽ. ഹിന്ദുക്കൾ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഒരു മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഗ്രാമത്തിൽ ചോദിക്കുകയാണെങ്കിൽ പറയും ഇന്നും 5 പേരെ കാണാതെ എവിടെ പോയെന്നറിയില്ല. അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുകയാണ് ദിവസവും. അവിടുത്തെ റിപ്പോർട്ടുകളിലൊന്നും വരുന്നില്ല, മാധ്യമങ്ങൾ ഇടപെടുന്നില്ല, പോലീസ് ഇടപെടുന്നില്ല. ഹിന്ദുക്കൾ നിരന്തരമായി വംശഹത്യ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ബംഗ്ലാദേശികൾ, ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ എന്നുള്ളതാണ്. അതേ തരത്തിൽ നേപ്പാളിൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത്. അവർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ, അവരുടെ തീർത്ഥയാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇതുവരെയും മിണ്ടാതിരുന്ന മാധ്യമങ്ങൾ ഇനി മിണ്ടും. നിങ്ങളത് വെച്ച് നോക്കിക്കോളൂ. കാരണം ആ രീതിയിൽ ആണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടന്ന് അവരിപ്പോൾ പ്രതിരോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഈ സെക്കുലറിസം ഒന്നും വേണ്ട. കാരണം സെക്കുലറിസത്തിൻ്റെ പേരിൽ ഇവിടെ കൊണ്ടിറക്കുന്നത് ഭീകരവാദമാണ്, ഞങ്ങളുടെ സ്വൈര ജീവിതം തകർക്കാനുള്ള പദ്ധതിയാണ്, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഈ കപട കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വേണ്ട, ഈ ഭീകര കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വേണ്ട എന്ന് അവിടുത്തെ ജനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ജ്ഞാനേന്ദ്ര വിക്രം ഷായെ തിരിച്ചു കൊണ്ടുവരിക, അവിടെ ഹിന്ദു രാഷ്ട്രം തിരിച്ചു കൊണ്ടുവരിക, അവിടുത്തെ രാജഭരണം തിരികെ കൊണ്ടുവരിക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ്. അതാണ് ഇപ്പോൾ നേപ്പാളിൽ നിന്ന് വരുന്ന വാർത്ത. അവർക്ക് ഹിന്ദു രാഷ്ട്രം തിരികെ വേണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.